കൂട്ടുകാരി ശ്രുതിയെ ആട്ടപ്പാടെല്ലാം പൂട്ടി ചന്ദ്രമതി. അതെ പ്രേക്ഷകരെ, നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ മാറും എന്ന്. പക്ഷെ മിക്കവാറും എൻ്റെ ഒരു ഇതില് ഇത് സ്വപ്നമാവാനാണ് സാധ്യത. നമ്മുടെ ശ്രുതി ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കാം. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നടക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ കേട്ടോളൂ. ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ശ്രുതി വന്നിട്ട് അപ്പൊ ആളുടെ പേര് മാറ്റിയ കാര്യമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഓഹോ ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്ന് കളിയാക്കിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്. സച്ചി എല്ലാ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, സച്ചിയും അച്ഛനും എല്ലാം അറിയാം അല്ലെ. അപ്പൊ നമ്മുടെ ശ്രുതി വന്നിട്ട് കുറെ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് അങ്ങനെ കിട്ടാനാണ് ഇങ്ങനെ കിട്ടാനാണ് പേര് മാറ്റി, ആന്റിനോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതി അങ്ങാടും വിളിച്ചിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പറഞ്ഞു, നിന്റെ അച്ഛൻ കോടീശ്വരനാണെന്ന് കരുതി നിന്നെ ഞാനൊന്നും പറയില്ലെന്ന് കരുതിയോ? നീ എന്ത് തോന്നിയാസോടി കാണിക്കുന്നത്? നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോടൊന്ന് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രമതി. ഇനി അത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും പറയണോട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പ്രേക്ഷകരെ? സ്വപ്നമാണോ സത്യമാണോ? മിക്കവാറും സ്വപ്നമാകാൻ തന്നെയല്ലേ സാധ്യത അല്ലേ? എന്തായാലും അപ്പൊ നമ്മുടെ ശ്രുതിയും തിരിച്ചു കുറെ പറയുന്നുണ്ട്, അതിന് ഞാൻ വലിയ അത്രയ്ക്കും കാര്യമൊന്നും ചെയ്തു കൂട്ടിയില്ലല്ലോ, പേര് മാറ്റിയതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയും തിരിച്ച് പറയുന്നൊക്കെയാണ് കേട്ടോ. അതിക്കപ്പുറം നമ്മുടെ രേവതിയും നമ്മുടെ മഹേഷും കൂടെ നമ്മുടെ സച്ചിക്ക് കാറ് കൊടുക്കണ്ടേ. അപ്പൊ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഈ കാറിലോട്ട് ഒന്ന് എത്തിക്കണം സച്ചിൻ. അതിന് വേണ്ടി നമ്മുടെ മഹേഷ് വിളിച്ചിട്ട് നമ്മുടെ സച്ചിനോട് പറയുന്നുണ്ട്, ഇവിടെ എന്റെ കൂട്ടുകാരൻ ഒരു കാർ എടുക്കുന്നുണ്ട്, നീ ഒന്ന് വന്ന് ഓടിച്ചു നോക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, ഈ കാർ എടുക്കാൻ പോകുന്ന കൂട്ടുകാരന്റെ പേരെന്താടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, സു 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 സുഗുണൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ രേവതി തലയിൽ കൈവെക്കുന്നുണ്ടോ, ഈ മനുഷ്യനെല്ലാം നശിപ്പിച്ച് എന്ന് പറഞ്ഞ് കൈവെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചിയും ഈ പേര് കേട്ടപാടെ, ഇങ്ങനത്തെ ഒരു പേരുള്ള കൂട്ടുകാരൻ നിനക്കില്ലല്ലോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.